Good morning, girls. Our next topic is quasi contract. ചിലർ കോസൈ എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. കോസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും കോസി എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ടു എൻ എക്സ്റ്റെൻറ്റ് ഓർ ഓൾമോസ്റ്റ്. അതായത് ശരിക്കും കോസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ശരിക്കും ഒരു ഓഫർ ചെയ്ത് ഒരു പ്രപ്പോസർ ഒരു ഓഫർ കൊടുത്ത് അത് ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടൊന്നും വരുന്നൊരു കോൺട്രാക്റ്റ് അല്ല. അതുകൊണ്ടാണ് കോസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ടു എൻ എക്സ്റ്റെൻറ്റ് ഇറ്റ് ഇസ് എ കോൺട്രാക്ട്. മനസ്സിലായല്ലോ. അപ്പോൾ കോസി കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചില കോൺട്രാക്റ്റുകളുണ്ട്. ദേ ആർ നോട്ട് കോൺട്രാക്ട് ഇൻ ദ സ്ട്രിക്റ്റ് സെൻസ് ദാറ്റ് ദ റീസൺ ദാറ്റ് എ കോൺട്രാക്ട് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ എൻ ഓഫർ ആൻഡ് acceptance. Offer by one party and acceptance by the other one. But under certain special circumstances, obligations resembling those created by a contract are imposed by law, although the parties have never entered into a contract. ശരിക്കും ഇപ്പം ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ബിസ്മിയായിട്ടൊരു കോൺട്രാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല ഗുഡ്സ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളെ നെയ്ബർക്ക് കൊണ്ടുപോകുന്നൊരു സാധനം അവരെന്ത് ചെയ്ത് ബിസ്മിയിലെ സെയിൽസ്മാൻ വീട് മാറിയിട്ട് നിങ്ങളെ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ് യു കൺസ്യൂംസ് ദ ഹോൾ ഗുഡ്സ്, അവിടെ അതാണ് പോയിൻ്റ് കേട്ടോ. നിങ്ങളത് മുഴുവൻ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് മേക്ക് പേയ്മെൻറ്റ് ടു ദ ബിസ്മി. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് നിങ്ങളൊരു കോൺട്രാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷേ അവിടെ ഇറ്റ് റിസംബിൾസ് എ കോൺട്രാക്റ്റ്. നിങ്ങൾ ഉപയോഗിച്ച സ്ഥിതിക്ക് നിങ്ങൾ എന്താക്കണം, യു മസ്റ്റ് മേക്ക് കൺസിഡറേഷൻ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, കോസി കോൺട്രാക്ട്സ് എന്ന് പറയുക. ഓക്കെ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ദാസ് ദ ഒബ്ലിഗേഷൻ വിച്ച് ആർ ക്രിയേറ്റഡ് കോൺട്രാക്ട്സ് അല്ലെങ്കിൽ വിച്ച് ആർ ഇമ്പോസ്ഡ് ബൈ ലോ ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി കോൺട്രാക്ട് ടു ദാറ്റ് എഫക്റ്റ് ആർ കോൾഡ് കോസി കോൺട്രാക്ട്. അപ്പോൾ എപ്പോഴും കോസി കോൺട്രാക്ട് ഇതിനെ മാക്സിമിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ മാക്സിം ദാറ്റ് നോ പേഴ്സൺ ഷാൾ ബി allowed enrich him at the expense of another. മറ്റുള്ളൊരാളുടെ ചിലവിൽ ആരും എന്താക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്, എൻറിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായി. അപ്പോൾ ആ ഒരു മാക്സിമിനെ ബേസ് ചെയ്തിട്ടാണ് കോസി കോൺട്രാക്റ്റ് വന്നിട്ടുള്ളത്. അപ്പം ഇനി എന്തൊക്കെയാണ് അപ്പോൾ ഇവിടെ വെൻ ഒബ്ലിഗേഷൻസ് റിസംബ്ലിങ്സ് ദോസ് ക്രിയേറ്റഡ് ബൈ കോൺട്രാക്ട് ഹാസ് ബീൻ ഇൻകേർഡ് ആൻഡ് ഹാസ് നോട്ട് ബീൻ ഡിസ്ചാർജ്, the agreed party is entitled to the compensation from the other party who had broken the contract എന്നാണ്. അപ്പം നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ബിസ്മിക്ക് നിങ്ങൾ കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ബിസ്മിക്ക് എന്താക്കാം, നിങ്ങളെ പേരിൽ കേസ് കൊടുത്തിട്ട് റിക്കവർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ടത് വാട്ട് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ കോൺട്രാക്ട് ആൻഡ് എ കോസി കോൺട്രാക്ട്. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു കോൺട്രാക്റ്റ് ആവണമെങ്കിൽ എങ്ങനെയുള്ള എഗ്രിമെൻറ്റ്സിനെയാണ്, ഓൾ എഗ്രിമെൻറ്റ്സ് വിച്ച് ആർ എൻഫോഴ്സിബിൾ ബൈ ലോ. അത് മാത്രം പോരാ, ഈ പറഞ്ഞിരിക്കുന്ന ഒരു 10 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 10 എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ്. ആ 10 എസെൻഷ്യൽ എലമെൻറ്റ്സും ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഉള്ളൂ അതെന്താവുന്നുള്ളൂ, ഇറ്റ് ബിക്കംസ് എ വാലിഡ് കോൺട്രാക്റ്റ്. അപ്പം നോക്കാം നമുക്ക് ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് വൺ, കോൺട്രാക്ട് റിസൾട്ട്സ് ഫ്രം ദ വിൽ ഓഫ് ദ പാർട്ടീസ് എക്സ്പ്രസ്ഡ് വിത്ത് എ വ്യൂ ടു ക്രിയേറ്റ് എൻ ഒബ്ലിഗേഷൻ. കോൺട്രാക്റ്റ് വരുന്നത് എങ്ങനെ, രണ്ട് പാർട്ടീസ് അവരുടെ ഇറ്റ് റിസൾട്ട്സ് ഫ്രം ദി വിൽ ഓഫ് ദ പാർട്ടീസ് ആൻഡ് ഇറ്റ് ഇസ് എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി ദേ ആർ മേക്കിംഗ് ദി കോൺട്രാക്ട്. Quasi contract on the other hand is an obligation resembling that created by law. അവിടെ ശരിക്കും ഒരു കോൺട്രാക്റ്റ് ആളുകളുടെ വില്ലോട് കൂടിയിട്ടൊന്നും വരുന്നതല്ല. ഇറ്റ് ഒബ്ലിഗേഷൻസ് റിസംപ്ലിങ് ദാറ്റ് ക്രിയേറ്റഡ് ബൈ ലോ. അവിടെ വന്ന് ചേരുക ചെയ്യുന്നത് ഒബ്ലിഗേഷൻ. മനസ്സിലായല്ലോ. അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. സെക്കൻഡ് ഡിഫറൻസ് ഇസ് കോസി കോൺട്രാക്റ്റിൽ എന്തില്ല, ദർ ഇസ് നോ എഗ്രിമെൻറ്റ് അറ്റ് ഓൾ. ഓക്കെ. ബട്ട് ഇൻ എ കോൺട്രാക്ട്, ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആണെങ്കിൽ ആ കോൺട്രാക്റ്റ് ഇസ് എൻ എഗ്രിമെൻറ്റ്. ഓക്കെ. ഇനി തേർഡ് ഡിഫറൻസ്, ഇൻ കോസി കോൺട്രാക്ട് എസെൻഷ്യൽസ് ഫോർ ഫോർമേഷൻ ഓഫ് എ കോൺട്രാക്റ്റ് ആർ ആബ്സെൻറ്റ്.
ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 10 എസെൻഷ്യൽ എലമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്റി ടു കോൺട്രാക്ട്, ഫ്രീ കൺസെൻറ്റ്, എഗ്രിമെൻറ്റ്, കൺസെൻസസ്, ആഡിഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 10 പോയിൻറ്റ്സ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ആ 10 പോയിൻറ്റ്സും ഒന്നും ഏതിലുണ്ടായിക്കൊള്ളണമെന്നില്ല, ഈ കോസി കോൺട്രാക്റ്റിലില്ല. പക്ഷേ ദ കോൺട്രാക്റ്റ് ഹാസ്, ഒരു കോൺട്രാക്റ്റ് ഒരു വാലിഡ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ ഇറ്റ് ഷുഡ് ഫുൾഫിൽ ഓൾ ദീസ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. ഓക്കെ. നെക്സ്റ്റ് ഡിഫറൻസ് ഇസ് എ കോസി കോൺട്രാക്റ്റ് റിസംബിൾസ് എ കോൺട്രാക്റ്റ്. ശരിക്കും അതൊരു കോൺട്രാക്റ്റ് അല്ല, അത് എന്താവുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ഒരു കോൺട്രാക്റ്റ് പോലെ നമുക്ക് റിസംപിൾ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എ ഫുൾ ഫ്ലെഡ്ജ്ഡ് കോൺട്രാക്റ്റ്, കോസി കോൺട്രാക്റ്റ്. നേരെ മറിച്ചിട്ട് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? It is a full-fledged and binding. Okay, so these are the difference between contract and a quasi-contract. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോസി കോൺട്രാക്ട് എന്നുള്ളത്. ഒരു 5 പോയിൻറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന് വരുന്നത് എപ്പോഴൊക്കെയാണ് ഒരു കോസി കോൺട്രാക്ട് എന്നുള്ളത്. സാധാരണഗതിയിൽ വരുന്ന 5 ടൈപ്സ് ഓഫ് കോസി കോൺട്രാക്ട്. ഫസ്റ്റ് വരുന്നത് നെസസറി സപ്ലൈ ടു എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് കോൺട്രാക്റ്റിംഗ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻകേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയായിരുന്നു? മൈനർ, അൺസൗണ്ട് പേഴ്സൺസ്. അപ്പോൾ ഇവർക്കൊക്കെ എന്താവുമെന്ന് വെച്ചാൽ ഇവരുമായിട്ടൊരു കോൺട്രാക്റ്റും പാടില്ല എന്നുള്ള നിയമമുള്ളത് കൊണ്ട് അവർക്ക് ഫുഡ്, ഷെൽട്ടർ, ഈ കാര്യങ്ങളൊന്നും കിട്ടാതെയായിപ്പോൾ. അപ്പം ഒരു സെക്ഷൻ 68 ഒരു ചെറിയൊരു ഇളവ് കൊടുത്തതാണ്. ഇപ്പം ഈ പാർട്ടികൾക്ക്, അതായത് ഇൻകേപ്പബിൾ പേഴ്സൺസിന് എന്തെങ്കിലും നെസസറി സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫുഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? അത് അവരുടെ എസ്റ്റേറ്റ് ഇസ് ലയബിൾ. പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ദേ ആർ പേഴ്സണലി നോട്ട് ലയബിൾ ബട്ട് ദെയർ എസ്റ്റേറ്റ് ഇസ് ലയബിൾ. അതായത് നിങ്ങൾ സ്ഥിരമായിട്ടൊരു കുട്ടീനെ എടുത്ത് വളർത്തുന്ന ആളാണെന്ന് വിചാരിക്കാം, ഒരു അനാഥയായ കുട്ടി. അപ്പം അങ്ങനെ ആവുകയാണെങ്കിൽ അവർ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർട്ടി എങ്ങാനും ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി വിറ്റിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി ഇല്ല എന്ന് വെച്ചാൽ പേഴ്സണലി അവർക്കൊരു ലയബിലിറ്റി ഇല്ല കേട്ടോ. ഈ 18 വയസ്സ് കഴിഞ്ഞാലും ശരി അങ്ങനത്തെ ഒരു നിങ്ങൾക്ക് തിരിച്ചു തന്നോളണമെന്നൊന്നുമില്ല. അപ്പം ഇതാണ് പറയുന്നത് നെസസറി സപ്ലൈ ടു എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് കോൺട്രാക്റ്റിങ്ങിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, if a person incapable of entering into a contract or anyone whom he is legally bound to support is supplied by another person with necessaries suited to his condition in life, the person who has furnished such supplies is entitled to be reimbursed from the property of such incapable person. അങ്ങനെ എന്തെങ്കിലും നെസസറി സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സപ്ലൈ ചെയ്ത വ്യക്തിക്ക് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് എന്താക്കാം എന്നാണ് പറയുന്നത്? റീഇംബേഴ്സ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇങ്ങനെ റീഇംബേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടു മേക്ക് ദ ക്ലെയിം സം കണ്ടീഷൻ ഷുഡ് ബി ഫുൾഫിൽഡ്. ഏതൊക്കെയാണ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ, ഗുഡ് സപ്ലൈഡ് ഷുഡ് ബി ഓഫ് നെസസറീസ്. നിങ്ങൾ സപ്ലൈ ചെയ്തിരിക്കുന്നത് എന്തായിരിക്കണം? നെസസറീസ് ആയിരിക്കണം. ദെൻ സെക്കൻഡ് കണ്ടീഷൻ, സച്ച് ഗുഡ്സ് ഷുഡ് ബി സപ്ലൈഡ് ഓൺലി ടു സച്ച് ഇൻകേപ്പബിൾ പേഴ്സൺ. ആർക്കായിരിക്കണം നിങ്ങൾ ഈ ഗുഡ്സ് സപ്ലൈ ചെയ്തിരിക്കണം? ഒന്നുകിൽ ആ ഇൻകേപ്പബിൾ പേഴ്സണ്, അല്ലെങ്കിൽ ടു ദിയർ ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുമ്പം വൈഫാവാം, കുട്ടികളാവാം, whom he is legally bound to support. Okay. Then third condition is such necessaries must not have been supplied out of mere kindness or pity. അതായത് നിങ്ങൾ ഈ ഗുഡ്സ് സപ്ലൈ ചെയ്തത് അവരോട് ദയ തോന്നിയിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് ഭാവിയിൽ അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു ധാരണയിലാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഈ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താലേ ഉള്ളൂ അതെന്താവുള്ളൂ, നെസസറി സപ്ലൈ ടു എ പേഴ്സൺ ഇൻകേപ്പബിൾ ഓഫ് കോൺട്രാക്റ്റിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ക്വാസി കോൺട്രാക്റ്റ്, അതായത് ഈ ഇൻകേപ്പബിൾ പേഴ്സൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് പിടിച്ചെടുക്കാം. ഓക്കെ. ദെൻ second kind of quasi contract, payment made by an interested person. എന്താണ് ഈ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ആൻ ഇൻട്രസ്റ്റ്? ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഒരു ലാൻഡ് ലോർഡും ടെനൻറ്റും ഉണ്ട്.
ടെനൻറ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അറിയാലോ നിങ്ങൾക്ക് എന്താണ്, അയാൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വീട് എന്തായെന്നറിയോ ജപ്തിക്ക് വരുമോ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാണ്ടാവുന്ന സമയത്ത് ഗവൺമെൻറ് പിടിച്ചെടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ടെനൻ്റ് അല്ല ശരിക്കും ടാക്സ് അടയ്ക്കേണ്ടത് ഓണറാണല്ലോ. അപ്പോൾ ഈ ഓണർ അടയ്ക്കേണ്ടതിന് പകരമായിട്ട് അയാൾക്ക് അവിടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ടെനൻറ്റിന്. ആ വീട് പോയാൽ അയാൾ അവിടെ നിന്ന് ഒഴിയണമല്ലോ. അപ്പം ഇനി വേറെ വീടൊക്കെ അന്വേഷിച്ചോണം, അയാൾക്കൊരു ഇൻട്രസ്റ്റും കൂടി ഉണ്ട് ആ വീടിനോട്. അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് ആ ടെനൻറ്റിന് എന്ത് ചെയ്യാം, താൽക്കാലികമായിട്ട് ആ ടാക്സ് അടച്ചിട്ട് ആ നടപടികളിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തിട്ട് പിന്നീട് എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്, ദിസ് എമൗണ്ട് ക്യാൻ ബി റീഇംബേഴ്സ്ഡ് ഫ്രം ദി ലാൻഡ് ലോഡ്. ലാൻഡ് ലോഡിൻ്റെ അടുത്ത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ്. ശരിക്കും അവിടെ ലാൻഡ് ലോഡും ടെനൻറ്റും തമ്മിലൊരു കോൺട്രാക്റ്റ് വന്നിട്ടില്ല, ഞാൻ അടച്ചോളാം എന്നൊന്നും പറഞ്ഞിട്ട്. അവിടെ എന്താണെന്ന് വെച്ചാൽ ആ സർക്കംസ്റ്റൻസസ് ഇറ്റ് റിസംബിൾസ് എ കോൺട്രാക്ട്. അപ്പോൾ ശരിക്കും ലാൻഡ് ലോഡ് എന്താക്കിക്കൊള്ളണം, ടാക്സ് എത്രയാണോ ടെനൻറ്റ് അടച്ചിട്ടുള്ളത് തിരിച്ചു കൊടുക്കണം. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ സെക്ഷൻ 69 ഓഫ് കോൺട്രാക്ട് ആക്ടിൽ ഇതാണ്, എ പേഴ്സൺ ഹു ഇസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ പേയ്മെൻറ്റ് ഓഫ് മണി വിച്ച് അനദർ ഇസ് bound by law to pay and who therefore pays it is entitled to be reimbursed by the other. അപ്പോൾ ഇവിടെയും കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ദ പേഴ്സൺ ഓൺ ബിഹാഫ് ഓഫ് ഹൂം ദ എമൗണ്ട് ഇസ് പെയ്ഡ് ഇസ് ബൗണ്ട് ടു പേ. ആർക്ക് വേണ്ടിയിട്ടാണോ പൈസ കൊടുത്തിരിക്കുന്നത് അയാളായിരുന്നു ശരിക്കും പേ ചെയ്യേണ്ടത്. ഇവിടെ അപ്പോൾ ടെനൻറ്റ് കൊടുത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, ലാൻഡ് ലോഡിന് വേണ്ടിയിട്ടാണ്. സെക്കൻഡ് കണ്ടീഷൻ, ദ പേഴ്സൺ ഹു പേയ്സ് ദ എമൗണ്ട് മസ്റ്റ് ഹാവ് സം ഇൻട്രസ്റ്റ് ഇൻ പേയ്മെൻറ്റ്. അതായത് ഈ കൊടുക്കുന്ന വ്യക്തിക്ക് എന്തോ ഒരു താല്പര്യമുണ്ട് ഈ കൊടുക്കുന്നതിൽ, കാരണം ഇവിടെ വീട് വിട്ടു പോകരുത് എന്നുള്ളതാണ് താല്പര്യം. ദെൻ തേർഡ് കണ്ടീഷൻ, ദർ ഇസ് ലീഗൽ ഓർ അതർ കൊയേഷീവ് പ്രോസസ് കമ്പലിങ് ദ പേയ്മെൻറ്റ്. അപ്പോൾ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തോ ഒരു എന്താ പറയുക, ഒരു സമ്മർദ്ദം നടക്കുന്നുണ്ട്. കാരണം ആ ഗവൺമെൻറ് അല്ലെങ്കിൽ അത് പിടിച്ചെടുത്ത് കൊണ്ടുപോകും ഈ ടാക്സ് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കൊടുക്കുന്നത്. സോ ദർ ഇസ് ലീഗൽ ഓർ അതർ കൊയേസീവ് പ്രോസസ് കമ്പലിങ് ദ പേയ്മെൻറ്റ്. ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് അത് എങ്ങനെയുള്ളൊരു കോസായി കോൺട്രാക്റ്റ് എന്ന പേയ്മെൻറ്റ് ബൈ എൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ. ഓക്കെ. തേർഡ് വൺ, ലയബിലിറ്റി ടു പേ നോൺ ഗ്രാറ്റ്യൂഷ്യസ് ആക്ട്. അതായത് നോൺ ഗ്രാറ്റ്യൂഷ്യസ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ വെറുതെ കൊടുക്കില്ല, ഫ്രീ ആയിട്ടല്ല. ഇവിടെ ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 70 പറയുന്നത്, വെർ എ പേഴ്സൺ ലോഫുള്ളി ഡസ് എനിത്തിങ് ഫോർ അനദർ പേഴ്സൺ or delivers anything to him not intending to do so gratuitously, such other person enjoys the benefit thereof, then the latter is bound to make compensation to the former in respect of or to restore the thing so done or delivered. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരാളിപ്പം ഒബ്ലിഗേഷൻ ഓഫ് പേഴ്സൺ എൻജോയിങ് ദ ബെനിഫിറ്റ് ഓഫ് നോൺ ഗ്രാറ്റ്യൂഷ്യസ് ആക്ട്. ഇപ്പം ഒരു എ എന്ന് പറയുന്ന ഒരാൾ ബീനെ സേവ് ചെയ്ത്, അതായത് ബീൻ്റെ വീട് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എ പോയിട്ട് തീയെ കണച്ച് അയാളെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ദ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ എ ഇൻ കണക്ഷൻ വിത്ത് ദിസ് ഇസ് ബൗണ്ട് ടു ബി റീഇംബേഴ്സ്ഡ് ഫ്രം ആരുടെ അടുത്തുനിന്ന്, ബി, പ്രൊവൈഡഡ് സച്ച് എൻ ആക്ട് വാസ് ഡൺ നോൺ ഗ്രാറ്റ്യൂഷ്യസ്ലി. അപ്പം നോൺ ഗ്രാറ്റ്യൂഷ്യസ് ആയിട്ട് നമ്മൾ വെറുതെ ചെയ്തതല്ല, അത് ചിലരുണ്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിൽ വെറുതെ ചെയ്യുന്നത്, അങ്ങനെയുള്ളതാവരുത്. ഇങ്ങനെ നോൺ ഗ്രാറ്റ്യൂഷ്യസ് ആയിട്ടുള്ള വല്ല ആക്റ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും എക്സ്പെൻസസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ല ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്തത് അവരുടെ അടുത്തുനിന്ന് തിരിച്ചു പിടിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അവിടെ അവർ തമ്മിലൊരു കോൺട്രാക്റ്റ് ആദ്യമേ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് കോസൈ കോൺട്രാക്റ്റ്. ഇവിടെയും 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒരു ഇത് എന്തൊക്കെയാണ്, ഫസ്റ്റ് വൺ, എ തിങ് മസ്റ്റ് ബി ഡൺ ലോഫുള്ളി. സെക്കൻഡ്, ഇറ്റ് മസ്റ്റ് ബി ഡൺ ബൈ എ പേഴ്സൺ നോട്ട് ഇൻറ്റൻഡിങ് ടു ആക്ട് ഗ്രാറ്റ്യൂഷ്യസ്ലി. ആൻഡ് തേർഡ് വൺ, ദ പേഴ്സൺ ഫോർ ഹൂം ദ ആക്ട് ഇസ് ഡൺ മസ്റ്റ് ഹാവ് എൻജോയ്ഡ് ദ ബെനിഫിറ്റ് ഓഫ് ദി ആക്ട്. അതിൽ നിന്നൊരു ഗുണം ഉണ്ടാവണം മറ്റേ പാർട്ടിക്ക്, എന്നാലേ അയാൾ എന്തെങ്കിലും കൊടുക്കുള്ളൂ. അപ്പോൾ ആ വീട് കത്തുന്നതിൽ നിന്ന് അതിനെ രക്ഷിച്ചതാണല്ലോ, അപ്പോൾ അതാണ് അവിടെ കിട്ടിയ ഗുണം. ഓക്കെ. ദെൻ ഫോർത്ത് ടൈപ്പ് ഓഫ് കോസി കോൺട്രാക്റ്റിൽ വരുന്നതാണ് ഒബ്ലിഗേഷൻ ഓഫ് എ ഫൈൻഡർ ഓഫ് ഗുഡ്സ്. ആരെയാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയാം? എ പേഴ്സൺ ഹു ഫൈൻഡ്സ് ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ ആൻഡ് ടേക്സ് ദം ഇൻ ടു കസ്റ്റഡി
is subject to the same responsibility as a bailey എന്നാണ് പറയുന്നത്. എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് നമ്മളെ കോളേജിൽ നിന്നൊരു ഗോൾഡ് ചെയിൻ വീണ് കിട്ടി. യു ആർ ദ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. നിങ്ങളാണ് അത് കണ്ടുപിടിച്ച ആൾ. അപ്പം നിങ്ങളെ ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്? യു ഫൈൻഡ് ദ ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ ആൻഡ് ടേക്സ് ദം ഇൻ ടു കസ്റ്റഡി. അവിടേക്കാണ് അതിൻ്റെ പോയിന്റ് കിടക്കുന്നത് കേട്ടോ. നിങ്ങളെ കയ്യിൽ വെക്കുന്നു. അയാളുടെ നിങ്ങളെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒരു ബെയിലീൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് പറയുന്നത്. ബെയിലി നിങ്ങൾ പഠിക്കാൻ പോണേ ഉള്ളൂ. അപ്പം ബെയിലിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ സാധനങ്ങൾ കയ്യിൽ വെക്കുന്നു, സൂക്ഷിക്കുന്നു. അപ്പോൾ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് കൊടുക്കുന്നു? ബെയിലർക്ക് തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതേപോലെയാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ത് ചെയ്യുക? ആളെ കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചേൽപ്പിച്ചോളണം. നിങ്ങൾ കൊണ്ടുപോയിരിക്കാനൊന്നും പാടില്ല. ഓക്കെ. അപ്പം ഇവിടെ അതാണ് പറഞ്ഞിട്ടുള്ളത്. റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ ബെയിലി. സോ ഹീ ഈസ് ടു ടേക്ക് കെയർ ഓഫ് ദ ഫൗണ്ട് ഗുഡ്സ് ആസ് ഇഫ് ഇറ്റ് ഈസ് ഹിസ് ഓൺ ഗുഡ്സ് ആൻഡ് ടേക്ക് റീസണബിൾ എഫേർട്ട് ടു ഹാൻഡ് ഇറ്റ് ഓവർ ടു ദ റിയൽ ഓണർ. അയാൾ ട്രബിൾ എടുത്തിട്ട് റിയൽ ഓണറെ കണ്ടുപിടിച്ചോളണം. ഇനിയിപ്പോൾ ഒരു റൈറ്റ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും എക്സ്പെൻസസ് ഒക്കെ അയാൾക്ക് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിപ്പോൾ ഒരാളെ സാധനം കിട്ടിയ ആരാ ഓണർന്ന് തപ്പിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ഫോൺ കോൾസും കുറേ ബസ്സിന് പൈസയൊക്കെ ചിലവാക്കി ആളെ തപ്പിപ്പിടിച്ച് പോയി കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്പെൻസസ് ഒക്കെ നിങ്ങൾക്ക് ഓണറുടെ അടുത്തുനിന്ന് മുതലാക്കാം. മനസ്സിലായല്ലോ? ഫർദർ ഹി ഹാസ് എ റൈറ്റ് ടു സ്യൂ ഫോർ റിവാർഡ്. ചിലപ്പം ഈ പത്രത്തിലൊക്കെ നിങ്ങൾ പരസ്യം കാണാം, ഈ നായ പോയിട്ട് കാണാനില്ല, അതിനെ കണ്ടുപിടിച്ച് തരുന്നവർക്ക് റിവാർഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ? അതേപോലെയുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ റിവാർഡ് അവർ തരാൻ വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എതിരെ കേസ് കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. ഇഫ് ദി ഓണർ റിഫ്യൂസ് ടു ഗിവ് ദാറ്റ് റിവാർഡ് ഹി ക്യാൻ റീറ്റെയിൻ പൊസഷൻ ഓഫ് ദ ഗുഡ്സ് അൺടിൽ ഹി റിസീവ്സ് ദാറ്റ് റിവാർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ വല്ല പ്രതിഫലവും അയാൾ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ആ സാധനം നിങ്ങളെ കയ്യിൽ വെക്കട്ടോ. ആ ഒരു റൈറ്റും കൂടെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഇതൊരു തരത്തിലുള്ള കോൺട്രാക്റ്റ്. നിങ്ങളും ആളും തമ്മിൽ യാതൊരു കോൺട്രാക്റ്റ് വരണം എന്നൊന്നുമില്ല. ദർ ക്രിയേറ്റ് സം ഓബ്ലിഗേഷൻസ്. ഓക്കെ. The last one is payment by mistake or under coercion. അതായത് അറിയാണ്ട് നമ്മളൊരു പേയ്മെൻറ്റ് നടത്തി പോയിട്ടുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് തിരിച്ചെടുക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട്. അവിടെ ഒരു കോൺട്രാക്റ്റ് വേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ ഞാൻ ആദ്യം പറയുന്നത് നിങ്ങൾ മനസ്സിലായി. എ ആൻഡ് ബി ജോയിൻ്റ്ലി ഓസ് ₹100 to സി. എയും ബിയും കൂടിയാണ് 100 രൂപ സിക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ എ എന്ത് ചെയ്തെന്ന് അറിയോ? എ അലോൺ പേയ്സ് ദി എമൗണ്ട് ടു സി ആൻഡ് ദിസ് ഫാക്ട് വാസ് നോട്ട് നോയിങ് ടു ബി ആൻഡ് ബി അഗെയിൻ പേയ്സ് ₹100 to സി. അപ്പോൾ എ കൊടുത്തത് അറിയാണ്ട് ബി എന്താക്കി പോയി വീണ്ടും 100 രൂപ കൊടുക്കണം. അപ്പോൾ സിക്ക് 200 കിട്ടില്ല, ആകെ 100 കൊടുക്കാനുള്ളൂ. അപ്പോൾ ഇൻ ദിസ് കേസ് സി ഇസ് ബൗണ്ട് ടു റിട്ടേൺ ദ എമൗണ്ട് ടു ബി ഹു പെയ്ഡ് ദ എമൗണ്ട് ബൈ മിസ്റ്റേക്ക്. അപ്പം അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ല. പക്ഷേ ഇങ്ങനൊരു ബൈ മിസ്റ്റേക്കാണ് ഈ എമൗണ്ട് ബി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സി ആർക്ക് തിരിച്ചു കൊടുത്തോളണം? ബിക്ക് തിരിച്ചു കൊടുത്തോളണം. അപ്പം അതാണ് സെക്ഷൻ 72 പറയുന്നത്. എ പേഴ്സൺ ടു ഹൂം മണി ഹാസ് ബീൻ പെയ്ഡ് ഓർ എനിത്തിങ് ഡെലിവേർഡ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കോയേഷൻ മസ്റ്റ് റീപേ ഓർ റിട്ടേൺ ഇറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഇംഗ്ലീഷ് ലോയിൽ ദ എമൗണ്ട് പെയ്ഡ് ബൈ മിസ്റ്റേക്ക് ഓൺ ഫാക്ട് ഇസ് റിക്കവറബിൾ ബട്ട് എനി എമൗണ്ട് വിച്ച് ഇസ് പെയ്ഡ് ബൈ മിസ്റ്റേക്ക് ഓഫ് ലോ ഇസ് നോട്ട് റിക്കവറബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിക്കോളാം. ഇവിടെ 2 കേസ് ലോസ് പറയുന്നുണ്ട്. ദാമോദർ മുതലിയാർ വേഴ്സസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും. അതൊക്കെ സെമിനാർ എടുക്കുന്ന സമയത്ത് കുട്ടികൾ എടുത്തോളൂ. ഓക്കെ. താങ്ക് യു.